Hi traders, welcome back to Market Waves. Nifty, Bank Nifty, Sensex എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നേക്ക് വേണ്ടി നമ്മൾ കഴിഞ്ഞ ദിവസമേ തയ്യാർ ചെയ്തു വെച്ചിരുന്ന ട്രേഡിംഗ് പ്ലാൻ എങ്ങനെയാണ് ഇന്ന് നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞത് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. കഴിഞ്ഞ വെള്ളിയാഴ്ച 25,247 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഒരു 86 പോയിന്റിന്റെ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് പറയാൻ കഴിയുക. അപ്പോൾ ഒരു 86 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പോടുകൂടി ഇന്ന് ഓപ്പൺ ആയത് 25,333 എന്ന ലെവലിലായിരുന്നു. അപ്പോൾ ആ ഏരിയ കൃത്യമായും നമ്മൾ ഒരു പ്രധാന റെസിസ്റ്റൻസ് സോണായി തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയിരുന്നതാണ്. നമുക്കറിയാം ഇത് ഗ്യാപ്പ് അപ്പ് ആണ് ദിവസവും തന്നു പോകുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ വരുമ്പോൾ തീർച്ചയായും കഴിഞ്ഞ ദിവസം വാങ്ങിയിരുന്നവർ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്തിരുന്നവർക്ക് ഈ ഏരിയയിൽ നിന്നും ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള അവസരമാണ് ഈ റേഞ്ച്. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് പരിശോധിക്കുമ്പോൾ തന്നെ അതൊരു സെല്ലിംഗ് ക്യാൻഡിലാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് നൽകാൻ കഴിയുമായിരുന്നു. അപ്പോൾ 1 മിനിറ്റിൽ അല്ലെങ്കിൽ 3 മിനിറ്റിൽ പരിശോധിക്കുന്ന ഏതൊരാൾക്കും ഒരു സ്കാൽപ്പ് ട്രേഡിംഗ് വളരെ ഈസിയായി സാധ്യമായിരുന്നു. ഇത്തരത്തിലൊരു മൂവ്മെന്റ് ലഭിച്ചപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് ലൈൻ രേഖപ്പെടുത്തി, എൻട്രിയാണ് ഞാൻ സാധാരണ ബ്ലാക്ക് ലൈൻ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ലെവൽ ഡേയ്സ് ഹൈക്ക് മുകളിൽ ഒരു ഗ്രീൻ ലൈൻ രേഖപ്പെടുത്തി നമ്മളുടെ പബ്ലിക് ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഗ്രീൻ ലൈൻ എന്നതുകൊണ്ട് ഞാൻ വിവക്ഷ ചെയ്യുന്നത് സ്റ്റോപ്പ് ലോസ് ഫോർ സെല്ല് എന്നാണ്. എന്നാൽ അടിയിൽ ഒരു റെഡ് ലൈൻ ആണ് കൊടുക്കുന്നതെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്നാണ് ഞാൻ ഉദ്ദേശിക്കാറ്. ഞാൻ ഈ തരത്തിൽ തന്നെ ചെയ്തു വെച്ചുകൊണ്ടാണ് എൻ്റെ ട്രേഡ് ചെയ്യാറ്. അപ്പോൾ ഞാനത് കൃത്യമായും നമ്മുടെ പബ്ലിക് ചാനൽ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഏരിയയിൽ വന്നതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താലാണ് ഞാൻ ആ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുകയും ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകുകയും ചെയ്യുക. അപ്പോൾ ഈ തരത്തിൽ ഇവിടെ നിന്നും ഒരു എൻട്രി എടുത്ത് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയ ആർക്കും കൃത്യമായും ഒരു ടാർഗറ്റ് ലഭിക്കത്തക്ക രീതിയിൽ പ്രൈസ് മൂവ് ചെയ്തിരുന്നു. ഞാൻ ഈ ലെവലിലായിരുന്നു ഒരു യെല്ലോ ലൈൻ വരച്ച് നൽകിയിരുന്നു. അങ്ങനെ കളർ മാറ്റി ടാർഗറ്റിന് കൊടുക്കാനുണ്ടായ കാരണം ഇതേ ടെർമിനൽ തന്നെയാണ്, ഈ പ്ലാറ്റ്ഫോം, ഈ ചാർട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിന് ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ ഡെയിലി ട്രേഡിംഗ് പ്ലാൻ എന്ന വീഡിയോ അപ്ലോഡ് ചെയ്യാനും ഉപയോഗിക്കുന്നു. ഇതേ ലെവലുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയ ലെവലുകളെല്ലാം നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാം. കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടാകുന്നതാണ്. ഞാൻ അതാത് ദിവസം മാർക്കറ്റ് മൂവ് ചെയ്യുന്ന പ്രൈസ് മാത്രമാണ് ലെവലുകൾ മാറ്റി ചേർക്കുക. അപ്പോൾ പെട്ടെന്ന് പബ്ലിക് ചാനലിൽ പോസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഉപയോഗപ്പെടുത്തുന്നെങ്കിൽ അവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ തരത്തിലുള്ള ഒരു യെല്ലോ ലൈൻ രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഈ തരത്തിൽ ഞാൻ ചെയ്താൽ പോലും അതിനകത്തെല്ലാം ഞാൻ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ പോസ്റ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. കൃത്യമായി ട്രേഡ് എടുക്കുകയോ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയോ എൻ്റെ ലെവലുകളെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാൽ എക്സിറ്റ് ആവുക എന്നതേ ചെയ്യാനുള്ളൂ. ഇതൊരു പ്രോബബിലിറ്റി ഗെയിമാണ്. അപ്പോൾ ഈ പ്രോബബിലിറ്റി ഞാൻ ഇങ്ങനെയാണ് കണക്കാക്കിയിരുന്നത്. എന്നാൽ സാധാരണയായി ഞാൻ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ഈ ലെവൽ കിട്ടും എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ വന്ന് കൃത്യമായും ആ ലെവലിൽ എത്തിയതിനു ശേഷം പ്രൈസ് വീണ്ടും മൂവ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ്, പുട്ട് ഓപ്ഷന്റെ പ്രോഫിറ്റ് എടുത്തവർക്ക് വീണ്ടും ഒരു എൻട്രി പ്രൈസ് തന്നിരുന്നു. നമ്മൾ രേഖപ്പെടുത്തിയ പ്രധാന റെസിസ്റ്റൻസിന്റെ ആ ലെവലിലോട്ട് വന്നതിന് ശേഷം വീണ്ടും സെല്ലിംഗ് പ്രഷർ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്തവർക്ക് വീണ്ടും ഇവിടുന്ന് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയുന്നതായിരുന്നു. സ്റ്റോപ്പ് ലോസ് ഗ്രീൻ ലൈൻ, അതായത് ഇന്നത്തെ ഡേയ്സ് ഹൈ കൊടുക്കാൻ കഴിയുന്നതായിരുന്നു. അങ്ങനെയെങ്കിൽ തുടർന്ന് കിട്ടിയ ടാർഗറ്റ് ഈ ലെവൽ, ഇതും ഞാൻ കൃത്യം ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന പ്രധാന സപ്പോർട്ട് ലെവലിലോട്ട് പ്രൈസ് ഇറങ്ങി വന്നതിന് ശേഷമാണ് വീണ്ടും ഒരു അപ്പ് മൂവ് തന്നത്. അപ്പോൾ ഇന്നത്തെ പൊസിഷൻ വളരെ വ്യക്തമായി എല്ലാവർക്കും ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം ഈ സപ്പോർട്ട് സോണിൽ നിന്നും കൃത്യമായ ഒരു ബൈയിങ് എൻട്രി ആണ് നമുക്ക് ലഭിച്ചത്. ഈ ലെവലുകളെല്ലാം കൃത്യമായി ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ബോക്സ് പലരും എനിക്ക് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായിരുന്നാലും പ്രയോജനപ്പെടുത്താൻ ഒട്ടനവധി പേർക്ക് സാധിച്ചു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. എന്നാൽ ഒരുപക്ഷെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണ് എങ്കിൽ അത് അതിൻ്റെ ലോസ് ബുക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വവും നിങ്ങളുടേത് തന്നെയാണ്. ഞാൻ ഈ ലെവലുകളിൽ എത്തുമ്പോൾ കൃത്യമായും ക്യാൻഡിൽ എന്ത് ഇൻഡിക്കേഷനാണ് നൽകുന്നത് എന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ട്രേഡിൽ എൻ്റർ ആവുകയുള്ളൂ. അപ്പോൾ ആ തരത്തിൽ നിങ്ങളും ഈ ലെവലുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രയോജനപ്പെടുത്തണം എന്ന് കരുതുന്നു. ഇത് ഞാൻ ഒരു സൗഹാർദ്ദപരമായി ചെയ്യുന്ന കാര്യം മാത്രമാണ്. ഒരു കാരണവശാലും അതിൻ്റെ റിസ്ക് എനിക്കില്ല, നിങ്ങളുടേത് തന്നെയാണ് എന്ന് ഓർമ്മിക്കുക.
ഇന്ന് ആകെ നൽകിയ മൂവ്മെന്റ് ഒരു 98-100 പോയിന്റിൽ താഴെ മൂവ്മെന്റ് മാത്രമാണ്. എങ്കിലും കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് കുറച്ചും കൂടി ട്രേഡബിൾ ആയ മൂവ്മെന്റുകളാണ് ലഭിച്ചിരുന്നത് എന്ന് ആർക്കും ട്രേഡ് ചെയ്യാൻ ടെർമിനലിന്റെ മുമ്പിൽ ഇരുന്ന് ആർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രൈസ് തന്ന ലെവലുകൾ മൂവിംഗ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് എന്തായിരിക്കും നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ഞാൻ ഈ തരത്തിൽ ലെവലുകൾ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം പലരും കമന്റ് ബോക്സിൽ വന്ന് പഴയതുപോലെ മുൻപ് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു ധാരാളമായി. എന്നാൽ പലപ്പോഴും ഞാൻ കൊടുക്കുന്ന ലെവലുകൾ അത് റെഡി ആകുന്നതിന് മുമ്പേ പൊസിഷൻ റെഡി ആകുന്നതിന് മുമ്പേ കയറി ട്രേഡ് ചെയ്യാൻ മുതിരുന്നുവോ മറ്റുള്ളവർ, അങ്ങനെ സ്റ്റോപ്പ് ലോസ് സീറ്റ് കിട്ടുന്നോ എന്നൊരു സന്ദേഹം തോന്നിയത് കൊണ്ടാണ് ഞാനത് നൽകാതിരുന്നത്. അപ്പോൾ ഈ തരത്തിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ കൃത്യമായും ആ പ്ലാൻ വർക്കൗട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ എൻ്റർ ആകാവൂ എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നാളേക്ക് വേണ്ടി പ്രധാന സപ്പോർട്ട് ലെവൽ എന്ന ലെവലിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് 25,258 എന്ന ലെവലാണ്. അതുപോലെ തന്നെ ആദ്യത്തെ പ്രധാന റെസിസ്റ്റൻസ് ആയി രേഖപ്പെടുത്തിയിട്ടുള്ളത് 25,374 എന്ന ലെവലുമാണ്. എന്നാൽ ഇതിനിടയിൽ ചെറിയ മൈനർ റെസിസ്റ്റൻസുകളായി 2 ലെവലുകൾ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ഇന്നത്തെ ഹൈ ആണ്, അതുപോലെ തന്നെ മറ്റൊന്ന് ഈ ലെവലാണ് 25,307 ഒരു റൗണ്ട് സംഖ്യയാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ലെവൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് കുറഞ്ഞത് ഈ ലെവലിന് മുകളിൽ, ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സ് ലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിനു മുകളിലോട്ട് പ്രൈസ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ലെവൽ ടെസ്റ്റ് ചെയ്യാം എന്നാണ് ഞാൻ കണക്കാക്കുക. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവൽ താഴെ ക്ലോസ് ചെയ്യുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ലെവലിന് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും അല്പം കൂടി വീക്ക് ആയേക്കാം ഇൻഡെക്സ് എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. നിങ്ങൾക്ക് കാണാമെന്നാണ് കരുതുന്നത്. വീഡിയോ പോസ് ചെയ്താൽ തീർച്ചയായും ഈ ലെവലുകൾ കാണാൻ കിട്ടിയേക്കാം. എന്നാൽ 25,206, 174, 130, 25,102, 25,040 എന്ന ലെവലുകളാണ് ഞാൻ പ്രധാന ലെവലുകളായി കാണുന്നത്. അതിനകത്ത് 25,040 എന്ന ലെവൽ ഒരു പ്രധാന സപ്പോർട്ട് ലെവലായി പ്രവർത്തിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇത്രയുമാണ് നിഫ്റ്റിയിലേക്ക് വേണ്ടിയിട്ടുള്ള നാളത്തെ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ലെവലുകൾ കാണാമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. താല്പര്യമുള്ളവർ വീഡിയോ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്കറിയാം, ഞാനിത് എൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിലേക്ക് തയ്യാറാക്കുന്ന പ്ലാൻ തന്നെയാണ്. നിങ്ങളും പ്രയോജനപ്പെടുത്തുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാൽ റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. ഒരു എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ തയ്യാറാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മുടെ ലെവലുകൾ എന്ന് പരിശോധിച്ച് നോക്കാം. 51,365 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് ലെവൽ എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ 51,610 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് ആയി ഞാൻ കാണുന്നത്. അതിന് മുകളിലോട്ടും ചെറിയ 1-2 മൈനർ റെസിസ്റ്റൻസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവ 51,664, 728 എന്ന ലെവലുകളാണ്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേൺ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സിലോ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സിലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന അപ്പോഴത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നതാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 51,664, 728 എന്ന ലെവലുകൾ.
എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടാവുന്ന ഒരു മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും പേ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്റ്റോപ്പ് ലോസ്, അത് സ്ട്രിക്റ്റ് ആയി കീപ്പ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ഈ ലെവലിന് താഴെ 51,293 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആയാൽ പ്രൈസ് കുറച്ചും കൂടി ഡൗൺ സൈഡിലോട്ട് സഞ്ചരിച്ചേക്കാമെന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. 51,167, 51,051, 50,983, 938, 775 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്. എന്നാൽ 51,000, 51,051 എന്നീ ലെവലെല്ലാം അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായാണ് ഞാൻ കാണുന്നത്. അടുത്തതായി സെൻസെക്സിൽ എന്താണ് നമ്മുടെ ലെവലുകൾ എന്ന് നോക്കാം. 82,502 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ടായി കാണുന്നത്. അതുപോലെ തന്നെ 82,897 എന്ന ലെവലാണ് പ്രധാന റെസിസ്റ്റൻസ് ആയി ഞാൻ കാണുന്നത്. നിങ്ങൾക്കറിയാം ഇതെല്ലാം ഗ്യാപ്പ് ഓൾ ടൈം ഹൈ തന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ഒരു ലഭിക്കുകയാണെങ്കിൽ, ഒരു മൂവ്മെന്റ് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ലഭിക്കാവുന്ന ടാർഗറ്റ് എന്ന നിലയ്ക്ക് ഞാൻ കണക്കാക്കുന്ന ലെവലുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നാളെ രാവിലെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലാണെങ്കിൽ പോലും ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ് ആദ്യം വേണ്ടത്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടാവുന്ന ഒരു ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട്, അതായത് താഴോട്ട് ബ്രേക്ക് ചെയ്യാതെ നിന്നുകൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് മൂവ് ചെയ്യുകയാണെങ്കിൽ 82,829 എന്ന ലെവൽ ലഭിക്കാം. അതിന് മുകളിൽ 82,897 എന്ന ലെവലാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന റേറ്റ്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതോ അത് പ്രധാന സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അതായത് പുട്ട് ഓപ്ഷൻ വാങ്ങി ഹോൾഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടാവുന്ന ഒരു മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് അപ്വേർഡ് ബ്രേക്ക് ചെയ്യാതെ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് വീണ്ടും പ്രൈസ് സഞ്ചരിക്കുകയാണ് എങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റ് ഇതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിൽ വീണ്ടും പ്രൈസ് അല്പം കൂടെ വീക്ക് ആയേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നത്. 82,341, 254, 188, 82,025, 81,852 എന്ന ലെവലുകളാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഈ ലെവൽ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് ഈ ലെവലുകൾ കൃത്യമായി കാണാമെന്നാണ് കരുതുന്നത്. താല്പര്യമുള്ളവർ വീഡിയോ പോസ് ചെയ്തതിനു ശേഷം ലെവലുകൾ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ നാളത്തേക്ക് വേണ്ടിയുള്ള 3 ഇൻഡെക്സുകളുടെയും ട്രേഡിംഗ് പ്ലാനുകൾ. അവയുടെ മൂവ്മെന്റ് അനുസരിച്ച് തീർച്ചയായും ഞാൻ ട്രേഡ് ചെയ്യും. നിങ്ങൾക്കും അതിന് സാധ്യമാകട്ടെ. പെട്ടെന്ന് എങ്ങോട്ടാണ് ഒരു ഡയറക്ഷൻ ലഭിക്കുക എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ സാധാരണ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ലൈക്കുകളും കമന്റുകളുമാണ് നമ്മുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യുക. അതുകൊണ്ട് ചാനൽ ഗുണകരമാണ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ലൈക്കുകളും കമന്റുകളും നൽകി ഒപ്പം ഷെയറുകൾ നൽകി ചാനലിനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നാളെയും നല്ല മൂവ്മെന്റ് ഇൻഡെക്സുകളിൽ ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്